വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത് വളരെ മികച്ച വിമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ബോയിങ് 787 ഡ്രീം ലൈനർ. പക്ഷേ എന്തുകൊണ്ട് ഈ അപകടം നടന്നു എന്നതിലൊരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എനിക്കൊപ്പം ഇപ്പോൾ എസ് എ അജിംസ് കൂടി ചേരുകയാണ്. ഈ അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിമാനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ അജിംസ് വിശദീകരിക്കും. അജിംസ്, ഇതിന് മുൻപൊന്നും പരാതികൾ ഉയർന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഉയർന്നിട്ടില്ലാത്ത വിമാനമാണ് ബോയിങ്. എന്തുകൊണ്ടായിരിക്കും അപകടം സംഭവിച്ചിട്ടുണ്ടാവുക? ദിവ്യ, ഈ ഡ്രീം ലൈനർ എന്ന് പറയുന്നത് ലോകത്തൊരു പ്രീമിയം വിമാനങ്ങളിൽപ്പെട്ട ഒരു വിമാനമാണ്. പ്രീമിയം വിമാനം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെസിഫിക്കേഷൻസ്, അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പ്രീമിയം വിമാനമാണ്. യാത്രക്കാരുടെ സുഖസൗകര്യമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രീം ലൈനർ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏതാണ്ട് ഒരു 1200ഓളം ഡ്രീം ലൈനറുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രാജ്യങ്ങളിലായി ഡ്രീം ലൈനർ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്രമാത്രം ജനപ്രിയമായ അല്ലെങ്കിൽ എയർലൈൻ കമ്പനികൾക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു വിമാനമാണ് ഡ്രീം ലൈനർ. ഇപ്പോൾ ഡ്രീം ലൈനറിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻ നോക്കാം. അതിൻ്റെ ബോയിങ് 787 എന്ന് പറയുന്ന സീരീസിലെ വിമാനമാണ്. ബോയിങ് 787 എന്ന സീരീസ് വിമാനമാണ്. അത് ബോയിങ് നിർമ്മാണ കമ്പനിയുടെ ഏറ്റവും പ്രീമിയം, ഏറ്റവും കൂടുതൽ ജനപ്രിയമായ ഒരു വിമാനമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. മറ്റതിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ അതിന് ഇരട്ട എഞ്ചിനാണ്. മറ്റൊന്ന് ഒരു വലിയ വിമാനമാണ്, നല്ല വീതിയുള്ള ഒരു വിമാനമാണ്, ഇരട്ട എഞ്ചിൻ വിമാനമാണ്. ഇതിൻ്റെ ആദ്യത്തെ പറക്കൽ അതൊരു പരീക്ഷണ പറക്കലാണ്. 2009 നടന്നത്. 2009 പരീക്ഷണ പറക്കൽ നടത്തി. പിന്നീട് 2011 അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ ഫ്ലൈറ്റ് തുടങ്ങുന്നത്. ആദ്യ സർവീസ് 2011 ജാപ്പനീസ് എയർലൈൻസ് ആയ ഓൾ നിപ്പോൺ എയർലൈൻസ് ആണ് ആദ്യമായി അത് പറക്കുന്നത്. മൊത്തം അതിൽ 242 മുതൽ 296 യാത്രക്കാർക്ക് വരെ സഞ്ചരിക്കാം. ഇപ്പോൾ ഈ വിമാനത്തിലുണ്ടായിരുന്നത് 242 പേരാണ്. അതാണ് യാത്രക്കാരുടെ എണ്ണം. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 11,000 കിലോമീറ്റർ മുതൽ 13,530 കിലോമീറ്റർ വരെ ഒറ്റ ഫ്ലൈറ്റ് പോകാൻ പറ്റും. വേഗത അതിൽ ചെറിയൊരു പെശകുണ്ട്. അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കും പ്ലീസ്. ഇതിൻ്റെ എഞ്ചിനായിട്ട് ഉപയോഗിക്കുന്നത് റോൾസ് റോയ്സ് ജനറൽ ഇലക്ട്രോണിക്സ്. അതിൻ്റെ 2 എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിക്കാറുള്ളത്. റോൾസ് റോയ്സിൻ്റെ എഞ്ചിനും ജനറൽ ഇലക്ട്രോണിക്സും. ഇതിലെ ഈ വിമാനത്തിൻ്റെ ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞാൽ 6000 അടി ഉയരത്തിൽ പോകുമ്പോൾ പോലും നമുക്ക് സുഖകരമായ ഒരു എയർ പ്രഷർ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ജെറ്റ് ലാഗ് വരാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന, ദീർഘദൂര യാത്രയ്ക്ക് പറ്റുന്ന തരത്തിലുള്ള സ്പെസിഫിക്കേഷനിലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്, ഇതിന് വെയിറ്റ് കുറവാണ്. ഈ വിമാനത്തിന് വെയിറ്റ് കുറവായതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് കാർബൺ ഫൈബറും അതുപോലെ ബലപ്പെടുത്തിയിട്ടുള്ള പോളിമറുമാണ്. അതുകൊണ്ട് ഈ ഭാരക്കുറവ് ഇതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട്, ഈ വിമാനത്തിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 20% വരെ ഇന്ധനക്ഷമതയുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്പെസിഫിക്കേഷൻ. ഭാരക്കുറവുള്ളതുകൊണ്ട് തന്നെ മൈലേജ് കൂടുതലാണ് എന്നൊക്കെ പറയാം. വെയിറ്റ് കുറഞ്ഞ വണ്ടിക്ക് മൈലേജ് കൂടുതലാണ് എന്ന് പറയുന്നത്. യെസ്. ഇനി ഇതിൻ്റെ മറ്റൊരു ഇതെന്ന് വെച്ചാൽ വലിയ ജനലുകളാണ്. സാധാരണ നമുക്കറിയാം ഫ്ലൈറ്റിന്റെ വിൻഡോ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ദ്വാരത്തോടെ കാണുന്നു. പക്ഷെ ഇതിന് കുറച്ചുകൂടി വിസ്താരമുള്ള ജനലാണ്. അതുപോലെ ശബ്ദം കുറഞ്ഞ എഞ്ചിൻ. അപ്പോൾ ഈ ശബ്ദം കുറവാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് യാത്ര വളരെ കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് ഇതിൻ്റെ